നമസ്കാരം. വയനാട് ദുരന്തത്തെ മറയാക്കി ഒരു കേസ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ADGP അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ആരോപണം. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആലപ്പുഴയിൽ വെച്ച് KSU നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രതികളെയാണ് ഈ ആക്രമിച്ചത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന വിവരങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അജിത് കുമാർ സർവീസിലുള്ള സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമാണ് അജിത് കുമാറിൻ്റെത് എന്ന ചില ആക്ഷേപങ്ങൾ, ചില ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഒരു റിട്ടയർഡ് SI ദിനേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തൃശ്ശൂർ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു SI ആണ്, ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. വലപ്പാട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം തൃശൂർ പാലക്കാട് ഹൈവേയിൽ നിന്ന് കോടികൾ വില വരുന്ന കഞ്ചാവ് പിടികൂടി. ഈ കഞ്ചാവ് പിടികൂടിയ സമയത്ത് അന്നത്തെ റേഞ്ച് IG ആയിരുന്നു അജിത് കുമാർ. അദ്ദേഹം ആ കഞ്ചാവ് പിടികൂടി ആ വാഹനം വിട്ടു നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ആ പോലീസ് ഓഫീസർ പറഞ്ഞ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. തൃശ്ശൂർ ഡാൻസ് ഓഫ് സംഘത്തിലെ ഒരു പോലീസുകാരൻ വളരെ ക്രൈമുകളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പോലീസുകാരനെ മദ്യപിച്ച് കാണാനിടയായി ഞാൻ സർവീസിലുള്ള സമയത്ത്. അതെ അതെ. നമ്മള് ചോദിച്ചു എന്താണ്. അപ്പോ അവന്റെ മാനസിക പ്രയാസം പറഞ്ഞത് ഇതാണ്. അതായത് അവൻ ഒരു 5-6 മാസമായിട്ട് വലിയൊരു കഞ്ചാവ് സംഘത്തിനെ പിന്തുടർന്ന് അതിന് വൻതോതില് വരുന്ന റൂട്ട് മനസ്സിലാക്കി എല്ലാ തെളിവുകളും ശേഖരിച്ച് അത് വലപ്പാട് SHO ോട് പറയും. SHOയും ഈ പോലീസുകാരനും സംഘവും ചേർന്ന് ഈ എത്രയോ കിൻഡല് കഞ്ചാവ് ഉണ്ടോ, അല്ലാണ്ട് 1 കിലോനോ 2 കിലോനൊന്നല്ല. അത് കഞ്ചാവ് പിടിച്ചു. കഞ്ചാവ് പിടിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് അന്നത്തെ മേഖല ഉന്നത ഉദ്യോഗസ്ഥൻ അത് വിട്ടുകൊടുക്കാൻ പറയുകയും അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. അന്നത്തെ മേഖല ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അജിത് കുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെ 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 അതെ. അപ്പോ അത് വിട്ടുകൊടുക്കാൻ പറഞ്ഞ് അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. CI മറ്റു ഉദ്യോഗസ്ഥരൊക്കെ കരഞ്ഞ് വിഷമിച്ചാൽ അവര് ജീവൻ പണയം വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. അത് ജീവൻ പണയം വെച്ച അത്ര അല്ല. പിന്നെ ഈ പോലീസുകാരന്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, അത്രയും നാള് അത്രയും ഹൈലി റിസ്ക് എടുത്ത് അതിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഈ സംഗതി സക്സസ് ആയ സമയത്ത് അത് വിട്ടുകൊടുക്കാൻ പറയുമ്പോ അത് കൊല്ലുന്നതിന് തുല്യമായുള്ളൊരു എടുത്ത പണി ഒന്നുമല്ലാതെ ഒക്കെ പോലീസില് ഡിപ്പാർട്ട്മെന്റില് പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് കുടപിടിക്കുന്നവരും അവരെ രക്ഷിക്കുന്നവരൊക്കെയാണ്. അത് ആ പോലീസുകാരനത് ആ ഒരൊറ്റ ഇതില് പോലീസുകാരന് വിഷമായിട്ട് അവൻ അന്ന് മുതല് വെള്ളടി നടന്നു. അത് ശരി. അന്ന് സാറ് സർവീസിലുള്ള സമയത്താണ്. അപ്പൊ അവനത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിപ്പോ അതില് ഡിപ്പാർട്ട്മെന്റിലിരിക്കുമ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാര് കളിക്കുന്ന കളികള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഞ്ചാവ് ആരായിരുന്നു അതിന് പുറകില് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നോ? ഇല്ല, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അന്ന് ഭരണപക്ഷത്തിന്റെ തണലിലാണ് അത് ചെയ്തതെന്നുള്ളതാണ്. അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ളൊരു
നീക്കം ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് അതെ അതെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലാക്കാൻ ഓക്കെ താങ്ക് യു.